കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണം ഇന്ന് നാടിന്റെ ആകെ കണ്ണീരായി. ക്ലാസ് മുറിയോട് ചേർന്ന് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലെ വൈദ്യുതി ലൈനാണ് ആ 13 വയസ്സുകാരന്റെ ജീവനെടുത്തത്. മിഥുന്റെ മരണത്തിലൂടെ കേരളം കണ്ടത് അനാസ്ഥയുടെ നേർചിത്രമാണ്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മരണക്കിണിയായി വൈദ്യുതി ലൈൻ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് നാളുകളായി. അനുമതി പോലും വാങ്ങാതെ സൈക്കിൾ ഷെഡും നിർമ്മിച്ചു. മാസങ്ങൾക്ക് മുൻപേ ഈ അപകടക്കിണിയെക്കുറിച്ച് KSEB അറിയിച്ചതാണ്. എന്നിട്ടും അത് മാറ്റാൻ പിന്നെയും മീറ്റിംഗുകൾക്കായി കാത്തിരുന്നു. വകുപ്പിന്റെ വീഴ്ചയെന്ന് പരസ്യമായി സമ്മതിക്കുന്നുണ്ട് മന്ത്രി. വൈദ്യുതി ലൈൻ സുരക്ഷിതമായി മാറ്റി സ്ഥാപിക്കാൻ കൃത്യമായി ഇടപെടാത്ത സ്കൂളിനും പറ്റിയത് വലിയ വീഴ്ചയാണ്. എന്നിട്ടും കുട്ടികളെ പഴിചാരുകയാണ് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു മന്ത്രി. മലപ്പുറത്തുമുണ്ടായി ഇന്നൊരു മരണം. അത് പൊട്ടിവീണ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റാണ്. യഥാർത്ഥത്തിൽ ഷോക്കേറ്റ് കിടക്കുന്നത് ഇവിടത്തെ സിസ്റ്റത്തിനാണ്. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞപ്പോൾ സിസ്റ്റത്തിൽ വീഴ്ചയുണ്ടായെന്ന് തുറന്നു സമ്മതിച്ചത് ആരോഗ്യമന്ത്രിയാണ്. ഇന്നും അനാസ്ഥയിൽ ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ വീഴ്ചയുണ്ടായെന്ന് മന്ത്രിമാർ സമ്മതിക്കുമ്പോൾ ഈ മരണങ്ങളുടെ ഉത്തരവാദിത്തം ഈ സിസ്റ്റത്തിന് തന്നെയാണോ? സിസ്റ്റം കൊന്നു എന്നതാണ് ചോദ്യം.